നിധി കറക്റ്റ് സൈസ് കോണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പണി പാടും അല്ലേ? പലതരത്തിലുള്ള കോണ്ടം സൈസ് ഉണ്ടെന്ന് പോലും പല ആൾക്കാർക്കും അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അപ്പോൾ കറക്റ്റ് സൈസ് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെതായ റിസ്ക് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ റൈറ്റ് ആയിട്ടുള്ള സൈസ് കോണ്ടം തിരഞ്ഞെടുക്കാം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് അതിനെ പറ്റിയുള്ള ഐഡിയാസുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതിന് മുമ്പായിട്ട് ഇന്നത്തെ തലമുറയൊക്കെ പോൺ വീഡിയോസ് ധാരാളം കാണുന്നുണ്ട്. അത് നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുന്നത്, അപ്പോൾ അതിലെ അഡിക്ഷനും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ഓഡിയോ പുസ്തകമാണ് യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കുക്കു എഫ്എമ്മിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കുക്കു എഫ്എമ്മിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓഡിയോ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ഹിറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഓഡിയോ രൂപത്തിൽ നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ കേട്ട് ആസ്വദിക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ കുക്കു എഫ്എം ഒരുക്കുന്നുണ്ട്. സോ മടിക്കേണ്ട, ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ 7 ദിവസത്തേക്കുള്ള ഫ്രീ ട്രയലും ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതൊരു ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി എന്താണ് ഈ കറക്റ്റ് സൈസ് തിരഞ്ഞെടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലൂസ് ആണെന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത് അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഉള്ളിൽ ശുക്ലം പോകാനുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റൈറ്റ് സൈസ് കോണ്ടം തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓവർ ടൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ട് ആ സെക്ഷൽ ആസ്വാദനത്തെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായുള്ള സൈസ് തിരഞ്ഞെടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി എങ്ങനെ തിരഞ്ഞെടുക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ടൈപ്പിൻ്റെ തന്നെ ഈ പറഞ്ഞ സൈസുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഷർട്ടിൻ്റെ തന്നെ ഡിഫറൻറ്റ് സൈസുകൾ അവൈലബിൾ ആണ്. പക്ഷേ കോണ്ടത്തിൻ്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. ചില ബ്രാൻഡുകൾ ചില സൈസിലുള്ള കോണ്ടം മാത്രമേ ഇറക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഒരു ബ്രാൻഡിൻ്റെ കേസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓരോ കോണ്ടവും ഓരോ സൈസിലായിരിക്കും. അല്ലാണ്ട് ഒരു ടൈപ്പ് കോണ്ടം തന്നെ എല്ലാ സൈസിലുമായിട്ട് നമുക്ക് കിട്ടണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമ്മൾ നോക്കിയിട്ട് ആ സൈസ് ചാർട്ടും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ സൈസ് ഏകദേശം ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു എല്ലാ ബ്രാൻഡിൻ്റെ കേസിലും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല. എല്ലാത്തിൻ്റെ കേസിലും ഒരുപോലെ അല്ല കൊടുത്തിരിക്കുന്നത്. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും. ലാർജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 47 to 53 mm വിഡ്ത്ത്, അതായത് കോണ്ടത്തെ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി വെച്ചുകൊണ്ട് സ്കെയിലിൽ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് അത്. ആ വിഡ്ത്ത് എന്ന രീതിയിൽ സൈറ്റുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാല്യൂ ഒരു 47 to 53 mm ഒക്കെ വരുന്നതിന് സ്മോൾ അല്ലെങ്കിൽ സ്നഗ് ഫിറ്റ് എന്ന് പറയും. ഇനി അതിന് മുകളിലോട്ട് ഒരു 53 to 56 എന്നൊക്കെ പറയുന്നതിന് ഒരു മീഡിയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയും. 56-ന് മുകളിലോട്ടുള്ളതിനെയാണ് ലാർജ് എന്ന രീതിയിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇതാണ്. ഓരോ കമ്പനിയുടെ കേസിലും മാറ്റങ്ങൾ ഉണ്ടാവും, ഓരോ കൺട്രീസിൻ്റെ കേസിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. ഇനി ഈ ലിംഗവുമായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളത് പല സുഹൃത്തുക്കളെ സംബന്ധിച്ച് കൺഫ്യൂഷനുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇപ്പോൾ ലിംഗമായിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ചുറ്റളവ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് നമ്മൾ ചുറ്റിയതിന് ശേഷം അത് ആ രീതിയിൽ നമുക്ക് അത് എന്നിട്ട് ആ നൂല് വെച്ചിട്ട് ഒരു സ്കെയിലോട്ട് വെച്ച് മെഷർ ചെയ്യാം. അങ്ങനെയും നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടേപ്പ് കൊണ്ട് ഈ ലിംഗം ഉദ്ധരിച്ചതിന് ശേഷം അതിലെ ഏറ്റവും തിക്കായിട്ടുള്ള പാർട്ട്, ഹെഡിന് താഴോട്ട് വരുന്ന ഷാഫ്റ്റിലെ ഏറ്റവും തിക്കായിട്ടുള്ള പാർട്ടിനെ ആ ടേപ്പ് കൊണ്ട് മെഷർ ചെയ്യാം, ചുറ്റളവ് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ നൂല് വെച്ച് ആ ഒരു ഏരിയയിൽ ചുറ്റിയെടുത്തിട്ട് സ്കെയിലോട്ട് വെച്ചിട്ട് മെഷർ ചെയ്യാം. അങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ 2 കൊണ്ട് ഹരിക്കുക. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾക്ക് ഈ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ആയിട്ട് ഏകദേശം കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് പെർഫെക്റ്റ് ആവുന്ന കോണ്ടം സൈസ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആ ലിംഗത്തിൻ്റെ ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ താഴോട്ട് വരുന്ന ആ ലിംഗത്തിൻ്റെ ഹെഡിന് താഴെയുള്ള ഷാഫ്റ്റിലെ ഏറ്റവും തിക്കായിട്ടുള്ള പാർട്ട് മെഷർ ചെയ്യുക. ആ ചുറ്റളവിനെ ഹരിക്കുക, 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം കിട്ടുന്ന വാല്യൂവിനെ ഈ പറയുന്ന കോണ്ടത്തിൻ്റെ വെബ്സൈറ്റുകളിൽ നൽകിയിരിക്കുന്ന വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് റൈറ്റ് സൈസ് കോണ്ടം ഏകദേശം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു മെത്തേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതായത് ഉപയോഗിച്ച് നോക്കുക, പെർഫെക്റ്റ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു മീഡിയം സൈസ് കോണ്ടം നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഓവർ ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ലാർജ് സൈസ് തിരഞ്ഞെടുക്കാം. ഇനി ലൂസായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ താഴോട്ടുള്ള സ്മോൾ സൈസ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതാണ് മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത്. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമുക്കപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് ഏതാണെന്ന് ട്രൈ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ റൈറ്റ് സൈസ് കോണ്ടം ഇനിയെങ്കിലും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ബ്രാൻഡുകളുടെയും കേസിൽ എല്ലാ സൈസിലും അവൈലബിൾ ആയിരിക്കില്ല. അത് കൃത്യമായിട്ട് നെറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ കോണ്ടംസ് ആണ് ഇന്ന് സൈസുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് അവർ എടുത്ത് തരിക മാത്രമായിരിക്കും ചെയ്യുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് റൈറ്റ് സൈസ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഭാവിയിലാണ് ഉപകാരപ്പെടുന്നതെങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്ത് കൂടി വെച്ചേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.